എനിക്കൊരു 16ാമത്തെ വയസ്സ് തൊട്ട് ഇതിന്റെ നർച്ചറിംഗ് ആണ് കിട്ടിയിരുന്നെങ്കിൽ മേ ബി വേറൊരു ലെവലിലേക്ക് നമുക്കൊക്കെ സ്റ്റെപ്പ് ചെയ്യാൻ നേരത്തെ പറ്റുമായിരുന്നു. നിങ്ങൾ കേരളം വിട്ടു പോവുകയും കേരളം രക്ഷപ്പെടുകയും ചെയ്തേ. നിർത്തി അങ്ങ് അപമാനിക്കുകയാണല്ലോ. ഇങ്ങനെ ഇരുന്ന് ഊക്ക് മേടിക്കാനും വേണം ഒരു തൊലിക്കട്ടി. അപമാനം എരന്ന് വാങ്ങാൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയ ഒരു മനസ്സാണ് മീരയുടേത്. നമുക്കൊരിക്കലും തോൽപ്പിക്കാൻ കഴിയില്ല സുഹൃത്തുക്കളെ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2 ദിവസം മുമ്പ് മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ സന്തോഷ് ജോർജ് കുളങ്ങരയുടെയും ആങ്കർ മീരയുടെയും ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു. ആങ്കർ മീരയെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഏഷ്യാനെറ്റിൽ വന്ന കോമഡി സ്റ്റാർസ് പ്രോഗ്രാമിലൂടെയാണ് പുള്ളിക്കാരി ഫേമസ് ആകുന്നത്. എന്തായാലും സന്തോഷ് ജോർജ് കുളങ്ങരയുടെയും ആങ്കർ മീരയുടെയും ഇന്റർവ്യൂ ചിലർക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. ഇവൾ എന്തിനാണ് കാണിച്ചു കൂട്ടുന്നത് എന്നുള്ള രീതിയിലാണ് കമന്റ്സ് ഒക്കെ വരുന്നത്. അവരെയും കുറ്റം പറയാൻ പറ്റില്ല. ഈ ഒരു ഇന്റർവ്യൂവിൽ മെയിനായിട്ടുള്ളത് മീരയുടെ ചിരിയാണ്. ചിരിച്ച് മീര അങ്ങ് മെഴുകുകയാണ്. ആ പോർഷൻസ് ഒക്കെ കട്ട് ചെയ്താൽ തന്നെ ഈ ഒരു ഇന്റർവ്യൂവിന്റെ ലെങ്ത് നല്ല രീതിയിൽ കുറയും. നമുക്കെന്തായാലും ആ ഒരു ഇന്റർവ്യൂവിലെ ചില ഭാഗങ്ങളൊന്ന് കണ്ടു നോക്കാം. നമ്മളുടെ ടെക്നോളജിക്കപ്പുറം മാനവികത എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ആസ്വാദനം എന്ന് പറയുന്നൊരു സാധനമുണ്ട്, എസ്തെറ്റിക്സ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്, നമ്മുടെ ഒരു സാംസ്കാരിക ബോധം എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ഇതിലൊക്കെ അവർ ബിഗ് സീറോയാണ് പലരും. നിങ്ങൾ ആ ഒരു തലയാട്ടം ശ്രദ്ധിച്ചായിരുന്നോ? ഒന്നും മനസ്സിലായിട്ടില്ല. പുള്ളി എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ കാര്യമായിട്ടിരുന്ന് സംസാരിക്കുകയാണ്. എന്നാ പിന്നെ നമുക്കും ഇതൊക്കെ മനസ്സിലായി എന്നുള്ള രീതിയിൽ തലയൊക്കെ ആട്ടി ഇവിടെ അങ്ങ് ഇരിക്കാം. ആ ഒരു രീതിയിലാണ് പുള്ളിക്കാരി ഇരിക്കുന്നത്. അപ്പൊ വിദ്യാഭ്യാസ സംവിധാനത്തിന്റെ തലപ്പത്തിരിക്കുന്നതെല്ലാം എൻ്റെ ഒരു മരങ്ങാട്ടുപള്ളി ഭാഷയിൽ പറഞ്ഞാൽ വളരെ ക്രൂരമായി പോകും, വിവരദോഷികളാണ്. ഇത് കേൾക്കുന്ന ശിവൻകുട്ടി സാറ് ഇത് എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. സന്തോഷ് ജോർജ് കുളങ്ങര സാറ് പറഞ്ഞത് സത്യമാണെങ്കിലും നമ്മുടെ ഇതുവരെയുള്ള വിദ്യാഭ്യാസ മന്ത്രിമാരെ എല്ലാം എടുത്തു നോക്കിയാൽ ഭൂരിഭാഗവും ഈ ഒരു കാറ്റഗറിയിൽ പെടുന്ന ടീംസ് ആണ്. നിങ്ങൾ നല്ലൊരു ആങ്കറാണ്, നിങ്ങൾ ഇത്തരത്തിലുള്ള പരിപാടി അവതരിപ്പിക്കുന്ന ആളാണ്. നിങ്ങൾ അത് തിരിച്ചറിഞ്ഞത് ഏത് പ്രായത്തിലായിരിക്കും? അല്ലെങ്കിൽ ആ സ്റ്റേജിൽ ഒരു ഷോ മാനേജ് ചെയ്യാൻ, കണ്ടക്ട് ചെയ്യാൻ, മാസ്റ്റർ ചെയ്യാൻ ഉള്ള ഒരു സെറമണി മാനേജ് ചെയ്യാൻ ഒക്കെയുള്ള സ്കില്ലുണ്ടെന്നത് മേഖലയിലായിരുന്നു നിങ്ങൾക്ക് പരിശീലനം കിട്ടിയെങ്കിൽ നിങ്ങൾ ആവശ്യമില്ലാത്ത ഒത്തിരി സമയങ്ങൾ ഒഴിവാക്കാമായിരുന്നു. സിവിൽ എഞ്ചിനീയറിംഗ് 4 വർഷം പഠിച്ച് സൈറ്റിലൊക്കെ നിന്ന് പണിയെടുത്ത ഒരാളാണ് സർ ഞാൻ. ഇതാണ് നമ്മുടെ വിദ്യാഭ്യാസം. അത് പിന്നെ അങ്ങനെയാണ് സുഹൃത്തുക്കളെ. ഞാൻ ബികോം പഠിച്ചിട്ട് ഇവിടെ ഇരുന്ന് വീഡിയോ ചെയ്ത് കളിക്കുന്നു. ബികോമിന് പോയിട്ട് ബികോമിന്റെ സിലബസ് എന്താണെന്ന് മര്യാദയ്ക്ക് പഠിച്ചില്ലെങ്കിലും ജീവിതം എന്താണെന്ന് നല്ല രീതിയിൽ പഠിക്കാൻ പറ്റും. അല്ലെങ്കിൽ ബികോം കഴിഞ്ഞ് തന്നെ പഠിച്ചോളും. 2021 ഞാൻ മുംബൈയിൽ ജോലി ചെയ്യുന്ന ടൈമിൽ പ്രാന്ത് പിടിച്ച് ടെൻഷൻ കയറിയിട്ട് ബാഗൊക്കെ പാക്ക് ചെയ്ത് ഞാൻ ഈ നശിച്ച ജോലി കളഞ്ഞിട്ട് പോകുക എന്നുള്ള അവസ്ഥയിലെത്തുമ്പോൾ എന്നിട്ട് നേരെ ഫോൺ എടുത്തിട്ട് നാട്ടിലുള്ള ചങ്കിനെ അങ്ങോട്ട് വിളിക്കും. ഡാ എന്തൊക്കെയുണ്ട് വിശേഷം? അന്നേരം അവൻ അളിയ തെണ്ടി തിരിഞ്ഞ് ഒരു ഗതിക്ക് പരഗതി ഇല്ലാതെ നിൽക്കുക. അളിയ വല്ല ജോലിയും ഉണ്ടോ? ഇത് കേൾക്കുമ്പം വല്ലാത്ത ഒരു സമാധാനമാണ്. അന്നേരം ഞാൻ വിചാരിക്കും എന്നേക്കാൾ ഗതികെട്ടവന്മാര് നാട്ടിലുണ്ടല്ലോ, ജോലിയും കൂലിയും ഇല്ലാതെ. ഇപ്പൊ പേരിനെങ്കിലും പറയാ ഒരു ജോലിയുണ്ട്, നാട്ടിലേക്ക് പോയാ പിന്നെ അതും കാണൂല. അപ്പൊ പിന്നെ എങ്ങനെങ്കിലും ഇവിടെ പിടിച്ചു നിൽക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലേക്ക് അങ്ങ് വരും. അതുകൊണ്ട് നമ്മൾ എവിടെ പോയാലും തളരൂല, ഏത് ജോലി ചെയ്തിട്ടാലും ജീവിക്കും. അതിൻ്റെയൊക്കെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഞാനൊക്കെ പക്കായിട്ടുള്ള ഒരു ഇൻട്രോവേർട്ടായ ഒരു വ്യക്തിയായിരുന്നു. കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു സെമിനാർ ഡേ വരുമ്പം ഞാനൊന്ന് ലീവ് എടുത്ത് വീട്ടിൽ ഇരിക്കും, പനിയാണെന്നും പറഞ്ഞ്. എൻ്റെ എൻ്റെയർ കോളേജ് ലൈഫിലും സ്കൂൾ ലൈഫിലും ഞാൻ ഇതുവരെയായിട്ടും ഒരു സ്റ്റേജിൽ പോലും കയറിയിട്ടില്ല. സോ അവിടുന്നൊക്കെ എന്നെ ഒരുപാട് മാറ്റിയെടുത്തിട്ടുണ്ടെങ്കിൽ അതെനിക്ക് ബികോം പഠിച്ചതിനെ കൊണ്ട് കിട്ടിയ എക്സ്പീരിയൻസ് ആണ്. അത് കഴിഞ്ഞ് ജോലിക്ക് പോയപ്പോഴും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോഴും കിട്ടിയ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. അതൊക്കെയാണ് എന്നെ ഇവിടം വരെ എത്തിച്ചത്. ഇല്ലെങ്കിൽ ഞാനിപ്പം ദുബായിൽ ഏതെങ്കിലും ഷേക്കിന്റെ കീഴിൽ അടിമപ്പണി എടുത്ത് ജീവിക്കേണ്ട അവസ്ഥ വന്നേനെ. സാർ പറയുമ്പോൾ എനിക്കാണ് ഫയർ തോന്നുന്നത്. ശരിയാണ് സാർ പറഞ്ഞാൽ എനിക്കൊരു 16ാമത്തെ വയസ്സ് തൊട്ട് ഇതിന്റെ നർച്ചറിംഗ് ആണ് കിട്ടിയിരുന്നെങ്കിൽ മേ ബി വേറൊരു ലെവലിലേക്ക് നമുക്കൊക്കെ സ്റ്റെപ്പ് ചെയ്യാൻ നേരത്തെ പറ്റുമായിരുന്നു. നിങ്ങൾ കേരളം വിട്ടു പോവുകയും കേരളം രക്ഷപ്പെടുകയും ചെയ്തേ. നിർത്തി അങ്ങ് അപമാനിക്കുകയാണല്ലോ. എന്നോടിത് വേണ്ടായിരുന്നു സന്തോഷ് ജോർജ് കുളങ്ങര അണ്ണ. ഈ ഒരു പോർഷൻ എങ്ങനെങ്കിലും എഡിറ്ററെ കൺവീൻസ് ചെയ്ത് കട്ട് ചെയ്ത് കളയണം എന്നായിരിക്കും ഇപ്പൊ മീരയുടെ മൈൻഡ് ഫുൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. കേരളം അങ്ങനെ രക്ഷപ്പെടുമെന്ന് തീർത്തും പറയാൻ പറ്റില്ലെങ്കിലും മീരയുടെ അടുത്തുപെടുന്ന കുറച്ച് ആൾക്കാർ ഉറപ്പായിട്ട് രക്ഷപ്പെട്ടേനെ.
വെരി സോറി എൻ്റെ അമ്മോ. ആ ഒരു കണ്ണീരൊക്കെ തുടച്ച് കളഞ്ഞിട്ടിരുന്ന് ചിരിക്ക്, ഇല്ലെങ്കിൽ ആക്ടിങ് ആണെന്ന് കാണുന്നവരൊക്കെ വിചാരിക്കും. സാറേ എനിക്കൊരു വട്ടപ്പേരുണ്ട്. ആ ഞാൻ ഓർക്കുന്നുണ്ട്, വാപോയ കോടാലി എന്നല്ലേ? അല്ല. അല്ലേ? എന്നാ പിന്നെ കുളം കലക്കി മീര എന്നായിരിക്കും? അല്ല. അതും അല്ലേ? പിന്നെ ഏതാ? അങ്ങനെ വരാൻ വഴിയില്ല. ഇത്രയും മാന്യമായുള്ള ഒരു വട്ടപ്പേര് വരാൻ ഒരു സാധ്യതയും കാണുന്നില്ല. ശരിക്കും പരിപാടി അധികം ഷൂട്ടിനൊക്കെ വരാത്ത, പക്ഷെ ഇന്ന് സാർ വരുന്നു എന്ന് പറഞ്ഞപ്പോഴേ ആൾ അത്രയും ആരാധനയുള്ള ഒരു ഫാമിലിയാണ് ഞങ്ങളുടേത്. അത് ചിലപ്പോ അദ്ദേഹത്തിന്റെ താല്പര്യം കൊണ്ടാവാം, അല്ലെങ്കിൽ ഭാര്യയിലുള്ള സംശയം കൊണ്ടാവാം, പലതും ആകാമല്ലോ. കിട്ടിയോ? ഇല്ല, ചോദിച്ച് മേടിച്ച് സമാധാനമായല്ലോ മീരക്കൊച്ചിന്. 2 ദിവസത്തേക്കുള്ള ഫുഡിന് വേണ്ട, അപ്പൊ അത്രയും കാശ് ലാഭമായല്ലോ. ഈ കൂടെ ഇങ്ങനെ സ്ഥിരം പോകുന്നാണോ നമുക്കറിയില്ലല്ലോ. ചിരിക്കുവാണോ അതോ കണ്ണു പൊത്തി കരയുവാണോ എനിക്ക് അങ്ങോട്ട് മനസ്സിലാകുന്നില്ല കുട്ടി. ഇനി ഒരിക്കലും പോകില്ല എന്ന് ഉറപ്പിച്ചൊരു സ്ഥലം? ഒരു സ്ഥലമില്ല അങ്ങനെ. എനിവേർ ഇസ് ഫൈൻ. അതുകൊണ്ടാണല്ലോ നിങ്ങളുടെ പരിപാടിക്ക് ഞാൻ 2 തവണയല്ലേ വരുന്നത്. ഇങ്ങനെ ഇരുന്ന് ഊക്ക് മേടിക്കാനും വേണം ഒരു തൊലിക്കട്ടി. അപമാനം എരന്ന് വാങ്ങാൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയ ഒരു മനസ്സാണ് മീരയുടേത്. നമുക്കൊരിക്കലും തോൽപ്പിക്കാൻ കഴിയില്ല സുഹൃത്തുക്കളെ. അപമാനിച്ച് പണ്ടാരടക്കി വിട്ടാലും ചിരി തന്നെ. എന്തായാലും നമുക്ക് വിഷമമൊക്കെ വന്നിരിക്കുമ്പം ഈ ഒരു ഇന്റർവ്യൂ എടുത്തു വെച്ച് കണ്ട നമ്മുടെ വിഷമമൊക്കെ അപ്പം തന്നെ പോകും. അമ്മാതിരിയാണ് മീരക്കൊച്ച് ചെയ്തു വെച്ചേക്കുന്നത്. ഇതിൽ കൂടുതൽ ഒന്നും എനിക്ക് പറയാനില്ല. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി വരുന്നവരേക്കും ബൈ.